വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു പാനിപൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില, ഒരു നാരങ്ങ, ഒരു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് ഇത്രയും ആദ്യം എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അല്പം വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മല്ലിയില ഇതിലേക്ക് കട്ട് ചെയ്തിടാം. ഇഞ്ചി ഇടാം. ഒരു പച്ചമുളക് ഇടാം. നീരൊഴിക്കാം. അല്പം വെള്ളം ഒഴിക്കാം. ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിടാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് അല്പം കൂടെ വെള്ളം ഒഴിച്ച് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കാം. ഉപ്പുണ്ടാകുന്ന നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി സോസ് തയ്യാറാക്കാനായിട്ട് 2 ഈത്തപ്പഴം, ഒരു ചെറിയ പീസ് ശർക്കര, ഒരല്പം പുളി, വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അടുത്തത് നമുക്ക് കുറച്ച് പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അതിലോട്ട് സവാള ഇടാം. ഒരല്പം ഉപ്പിടാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ വേവിച്ച ഈത്തപ്പഴം, പുളി, ശർക്കര അതിൻ്റെ ജ്യൂസാണ്. അതിലേക്ക് ഒരല്പം ഉപ്പിടാം. ഒരല്പം മുളക് പൊടി ഇടാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൂരി തയ്യാറാക്കാം. പൂരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. അടിപൊളിയായി നല്ല പൊള്ളി വരുന്നുണ്ട്. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുന്നതാണ്, റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വാങ്ങിച്ച് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവും. നമുക്ക് കോരിയെടുക്കാം. നമ്മളെ പൂരി കംപ്ലീറ്റ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് നോക്കാം. ആദ്യം പൊട്ടറ്റോടെ മിക്സ് വയ്ക്കാം. നമ്മൾ ശർക്കര, പുളി, ഈത്തപ്പഴം അതിൻ്റെ ജ്യൂസ്. അടുത്തത് മല്ലിയില, പച്ചമുളക്, ഇഞ്ചി അതിൻ്റെ ജ്യൂസ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. വാവ്, യമ്മി. നമ്മൾ അടിപൊളി പാനിപൂരി തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് എത്രത്തോളം ഹൈജീനിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ വീട്ടിലാകുമ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എൻ്റെ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൻ എപ്പോഴും പറയും ഞാനിത് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.